നമ്മുടെ കണ്ണൂർ ട്രിപ്പിൽ നേരെ ചെന്നിറങ്ങിയത് ബ്ലൂ നൈൽ ബീച്ച് റിസോർട്ടിലാണ്. ഏകദേശം 4 മണിക്ക് എത്തി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കറങ്ങാനൊക്കെ ഇറങ്ങിയത്. അങ്ങനെ രാത്രി വളരെ വൈകിയാണ് പയ്യാമ്പലം ബീച്ചൊക്കെ കണ്ട് പയ്യാമ്പലം ടൗണിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഇന്ന് നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ച് കാണാൻ പോകാം. മുഴപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചൊക്കെയാണ് ഇന്നത്തെ പ്ലാനിലുള്ളത്. അപ്പോൾ അതിനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലത്തെ ചെറിയൊരു ഫോട്ടോഷൂട്ട്. ഇത് പയ്യാമ്പലം ബീച്ചിലെ രാവിലത്തെ ദൃശ്യം. രാവിലെ നമ്മളൊരു 8 മണിക്ക് ഇറങ്ങി അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ പുട്ടും മട്ടൻ കറിയും കഴിക്കാനായിട്ട് പോയി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ണൂർ ടൗണിൽ തന്നെ പുട്ടും മട്ടൻ കറിയും വളരെ ഫേമസ് ആണ്. റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്ത് തന്നെയാണ് ഈ ചെറിയൊരു കുഞ്ഞൻ റെസ്റ്റോറൻറ്റ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുത്ത്, അപ്പോൾ ഷണലിൻ്റെ കാറാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് റെൻറ്റിന് എടുത്തിരുന്നത്. അപ്പോൾ അതിനായിട്ട് 2500 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ്. 80 കിലോമീറ്റർ ഓടും, 8 മണിക്കൂർ സമയം നമുക്കായിട്ട് ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകുന്നത് വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് ഷോപ്പിംഗ് മാളുകളും ഹോസ്പിറ്റൽസും ഒരുപാട് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. കണ്ണൂരൊക്കെ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പുതിയ ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെയൊന്നും കയറാനായിട്ട് സാധിച്ചില്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ബീച്ചുകൾ തന്നെയായിരുന്നു. ഒരു ബീച്ച് ട്രിപ്പായിരുന്നു ഇത്തവണ. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ DTPCയുടെ ഒരു ചെറിയ പാസ് എടുക്കാനുണ്ട്. ടിക്കറ്റ് എടുക്കണം. ഒക്കെ നോമിനൽ ചാർജസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് കയറുകയാണ്. വളരെ കാലമായിട്ട് കേട്ടിട്ടുള്ളതാണ് മുഴപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിംഗ് ബീച്ച്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു സൗകര്യം. ബീച്ചിന് സൈഡിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. രാവിലെ സമയമാകുമ്പം വേലിയിറക്കം സമയമായതുകൊണ്ട് വെള്ളം അധികം ഉണ്ടാവില്ല കരയിൽ. ഇങ്ങനെ ഇതിപ്പോൾ നമുക്കൊരു 9 മണി 9:30 സമയത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ കാണുന്ന ഭാഗത്തേക്കൊക്കെ കടലിൽ കയറി വരും. ഇപ്പോൾ രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് വെയിലും അധികം ഉണ്ടാവില്ല. നമുക്കെല്ലാം വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ കുറേ സമയം ചിലവഴിക്കാം. ആ മണൽത്തരിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ആ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്, തിരമാലകൾക്ക് പ്രത്യേകതയുണ്ട്. ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഫോട്ടോഷൂട്ടിന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടെ. ഒരുപാട് ബീച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഈ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ കാണുന്ന ഈ സീൻ മറ്റെവിടെ ഇല്ലെന്ന് പറയാം. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ബീച്ചിനരികിലൂടെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഏറ്റവും ക്ലീനായിട്ടുള്ള ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണെന്ന് പറയാം എന്ന് തോന്നുന്നു. അവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം. DTPC അതിനായിട്ട് ചെറിയ ടിക്കറ്റൊക്കെ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ടുള്ള ചാർജുകൾ എടുത്തായിരിക്കും അതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് കച്ചറകളോ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ സ്നാക്ക് ബാറുകളോ അങ്ങനെ തിക്കും തിരക്കും ഒന്നുമില്ല. ചവറുകളൊക്കെ മാറ്റി അതിനൊക്കെ അവിടെ വർക്കേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി വൈകുന്നേരങ്ങളിലും മറ്റു സമയങ്ങളിലൊക്കെ തിരക്കായിരിക്കും. നമ്മൾ രാവിലെ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം തിരക്ക് ഇത്ര കുറവ്. ഈവനിങ് എന്തായാലും പാക്ഡ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ തിരക്കുണ്ടാകും. വൈകുന്നേരങ്ങളിൽ തിരക്കായിരിക്കും. സൺസെറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ. വൈകുന്നേരം വന്നാലും പറ്റും. പക്ഷേ പകൽ സമയം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 9:30 10 മണി 11 മണി ആകുമ്പോഴത്തേനും ഇവിടെ നല്ല വെയിൽ വന്നു. ഞങ്ങൾക്ക് ചൂട് താങ്ങാതെ വന്നു. അത് ഡിസംബർ ജാനുവരി മാസത്തിലായിട്ട് പോലും. അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേനും മെയ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല ചൂടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് എത്ര സമയം അവിടെ ചിലവഴിച്ചാലും മതിയാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ പല ബീച്ചുകൾ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചുമാണ്. ഇനി ഒരു ട്രിപ്പ് കണ്ണൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മട്ടൻ ബിരിയാണിയും അതുപോലെ പുട്ടും മട്ടൻ കറിയും കാർത്തിക ഹോട്ടലിലെ ഒരു ലഞ്ചും അതുപോലെ മുഴപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചും മാത്രമായിട്ട് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അവിടെ സ്റ്റേ ഇല്ലാതെ രാവിലെ പോയിട്ട് വൈകിട്ട് മടങ്ങാനാണ് പ്ലാൻ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഈ ട്രിപ്പിൽ ഞങ്ങൾ 2 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നുള്ള ബ്ലൂ നൈൽ ബീച്ച് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ബീച്ച് വളരെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് പയ്യാമ്പലം ബീച്ച് വളരെ രാവിലെയും ഏർലി മോർണിംഗിലെ സീന്, അതുപോലെ ഈവനിങ്ങിൽ മിഡ് നൈറ്റിൽ ഒക്കെ ഞങ്ങൾക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിച്ചു. കുറേ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിച്ചു. പയ്യാമ്പലം ബീച്ച് സ്റ്റേ ചെയ്തപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിനോട് ചേർന്ന് നമുക്ക് താമസിക്കാനായിട്ട് സൗകര്യമില്ല. കുറച്ച് ഡിസ്റ്റൻ്റായിട്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ടെന്ന് കേട്ടു.
നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. എല്ലായിടത്തും ഓരോ മണിക്കൂറൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചും കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. പ്രധാനമായിട്ടും കാണാനുള്ള 3 ബീച്ചുകൾ പയ്യാമ്പലം ബീച്ചും ധർമ്മടം ബീച്ചും അതുപോലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചുമാണ്. മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏകദേശം 6.5 കിലോമീറ്ററോളം നീളത്തിൽ വളരെ വിശാലമായിട്ട് നമുക്ക് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷണലിൻ്റെ കാറ്. ഈ കാറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ പല സ്പോട്ടുകളിൽ നിർത്തി ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ഇതുപോലെ കല്ലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാം. അതുപോലെ ഏറ്റവും പ്രത്യേകത തോന്നിയത് നമുക്ക് ദുബായിലും അതുപോലെ മലേഷ്യയിലോ വിയറ്റ്നാമിലോ ഒക്കെ ചെന്നപ്പോൾ കണ്ടതുപോലുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് മറ്റ് ബീച്ചുകളെ പോലെ. പയ്യാമ്പലം ബീച്ച് വളരെ നമുക്ക് കളിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്, സ്നാക്ക് ബാറുകളുണ്ട്, വളരെ തിക്കാണ്, വളരെ ബിസിയാണ്, ഒരുപാട് ഷോപ്സും ഒക്കെ ഉണ്ട് പയ്യാമ്പലം ബീച്ചിൽ. പക്ഷേ ഇവിടെ അങ്ങനെയായിരുന്നില്ല. ഇങ്ങനെ മുഴപ്പിലങ്ങാട് ബീച്ചിലെ ദൃശ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നിറയെ തെങ്ങുകളും ആ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതിയെ ഷൂട്ട് ചെയ്ത് സീനുകളെടുത്ത് ഇനി അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് ധർമ്മടം ബീച്ചാണ്. ധർമ്മടം ബീച്ചിലേക്ക് പുറപ്പെടുകയാണ് അവിടെ നിന്ന്. ആ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര ആസ്വദിച്ചാലും മതി വരാത്ത, മടുപ്പനുഭവപ്പെടാത്ത രംഗങ്ങളായിരുന്നു ഈ ട്രിപ്പ് മുഴുവൻ ഉടനീളം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ, ധർമ്മടം ബീച്ചിലേക്ക് ചെല്ലുമ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നാച്ചുറൽ സ്റ്റോൺസ്, നമ്മുടെ വെട്ടുകല്ല് കടൽ തിരമാലയടിച്ച് രൂപപ്പെട്ടിട്ടുള്ള കുറേ ശില്പങ്ങൾ പോലുള്ള കല്ലുകളുണ്ട്. അത് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഫോട്ടോഷൂട്ടിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് വീണ്ടും ഹൈവേയിലേക്ക് കയറി വന്നു. അങ്ങനെ മെയിൻ റൂട്ടിലൂടെയുള്ള യാത്രയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ധർമ്മടം ബീച്ചാണ്. ധർമ്മടം ബീച്ചിൽ കുറച്ച് സമയം ചിലവഴിക്കണം. അതിനായിട്ട് വേഗം പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 ബീച്ചിൽ നിന്ന് പ്ലാനുണ്ട്. ധർമ്മടം ബീച്ചും അത് കഴിഞ്ഞ് തോട്ടട ബീച്ച്, ഏഴര ബീച്ച്, ആദികടലായി ബീച്ച്, ഇത്രയും ബീച്ചുകൾ കവർ ചെയ്ത് മടങ്ങിയെത്തണം. അതിനിടയ്ക്ക് ലഞ്ചും കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തോട്ടട ബീച്ച് കാണണം. തോട്ടട ബീച്ചിനൊക്കെ പ്രത്യേകതകളുണ്ട്. എല്ലാം അടുത്ത വീഡിയോകളിൽ പറയാം. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ ധർമ്മടം ബീച്ചിലേക്ക് കടക്കുകയാണ്. ധർമ്മടം ബീച്ചിലേക്കുള്ള എൻട്രി പോയിൻ്റാണ്. അതിനു മുൻപ് അവിടെ ചെറിയൊരു